ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കും. അപ്പം ചേച്ചിക്ക് ഓർമ്മ വരുന്ന ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാവോ? തീർച്ചയായും. എന്താ മയിലാട്ടം, അത് ബിന്ദുവായിരുന്നു മടിയിൽ കിടക്കുന്നത്. ഞാൻ ആ തമ്പിളിച്ചാൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത്. നല്ലൊരു സൂപ്പർ ക്യാരക്ടറായിരുന്നു അത്. തിയേറ്ററിൽ ഭയങ്കര കൈയ്യടി കിട്ടിയ സീൻസുകളാണ് അതിനകത്തൊക്കെ കംപ്ലീറ്റ് സീക്കിന്. അമ്പിളിച്ചേൻ്റെ ഒരു കോല കൊണ്ട തരുന്ന ഒരു സീക്വൻസൊക്കെ ഉണ്ട് അതിനകത്ത്. ഉഗ്രം ക്യാരക്ടറായിരുന്നു അമ്പിളിച്ചേൻ്റെ. അതിനകത്ത് അമ്പിളിച്ചേൻ്റെ ഞാൻ അടിക്കുന്നതൊക്കെ ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. അടിച്ചു പോയതാ, പലപ്പോഴും അടിച്ചതല്ല. ചെയ്തു വന്നപ്പം ആ ഒരു ഗ്രിപ്പിൽ അങ്ങ് അടിച്ചു പോയി. അടിച്ചിട്ട് പിന്നെ ആയിട്ട് ഞാൻ സോറി പറഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പൊന്നമ്മ ആ സീൻ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഞാനാ കൊണ്ടുപോയെന്ന് ആ സീന്. അല്ല, അത് അമ്പിളിച്ചേട്ടൻ അതിനെ അങ്ങനെ കണ്ട് ഇത് പൊന്നമ്മ കൊണ്ടുപോയെന്ന് പറഞ്ഞു സീൻ. ഇത് ഞാൻ കൊണ്ടുപോയെന്ന്, എന്നാൽ ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് ആ സീൻ ഞാനാ കൊണ്ടുപോയെന്ന്. സാധാരണ എല്ലാ സീനും അമ്പിളിച്ചേട്ടനല്ലേ കൊണ്ടുപോവുക, വേറെ ആർക്കും വിട്ടു കൊടുക്കില്ലല്ലോ. ഇത് ഞാൻ അമ്പിളിച്ചേട്ടനെ കാര്യത്തിൽ ഞാൻ കൊണ്ടുപോയി. അതാണ് അമ്പിളിച്ചേട്ടൻ പറയണത്. ഞാൻ അതുപോലെ നിങ്ങൾ ആ സീൻസ് എടുത്ത് നോക്കിയാൽ കാണാം, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അത് ഒരു കൊല കൊണ്ട് പോകുന്നൊരു മയിലാട്ടം കൊല കൊണ്ട് പോകുന്നൊരു സീക്വൻസ് ഉണ്ട്. അതോ ഒരു ഭയങ്കര ബിസിയിലും അതൊക്കെ ഭയങ്കര ക്യാമറയിൽ തന്നെ ക്ലോസും വൈഡും എല്ലാം വെച്ച് ആ ഒറ്റ ഷോട്ടിലെടുത്ത ഒരു സീക്വൻസ് അത്. ചേച്ചി അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ചേച്ചിയുടെ ഓർമ്മയിൽ വരുന്നത് എന്തൊക്കെയാണ്? ഒത്തിരി ഉണ്ട് മക്കളെ. അമ്പിളിച്ചേട്ടനെ പറ്റി പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും. കാരണം അമ്പിളിച്ചേട്ടനോടൊക്കെ അഭിനയിച്ച് ഉള്ള തഴക്കവും പഴക്കവും, അമ്പിളിച്ചേട്ടൻ്റെ കൂടെ നിന്ന് പോകുക എന്ന് പറയുന്ന ഒരുമാതിരിപ്പെട്ട അവർക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് ടൈമിങ്ങും അത്രയ്ക്ക് പെർഫോമറാണ് അമ്പിളിച്ചേട്ടൻ. ആ പെർഫോം ചെയ്യുന്ന നമുക്ക് കൂടുതൽ ഒന്ന് പിടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അത് അപ്പം നമ്മളും നിൽക്കും. നമുക്ക് ഈ നാടകം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമ്മളും പിടിച്ച് നമ്മൾ ആദ്യമൊക്കെ ഞാൻ നെർവസ് ആയിട്ടുണ്ട് അമ്പിളിച്ചേട്ടനോട് അഭിനയിക്കുമ്പോൾ. പിന്നീട് അമ്പിളിച്ചേട്ടനെ ട്രിക്കുകളൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ച്. അമ്പിളിച്ചേട്ടൻ ശരി, അമ്പിളിച്ചേട്ടൻ റിഹേഴ്സൽ കാണിക്കുന്നതല്ല ടേക്കിൽ കാണിക്കുന്നത്. ടേക്കിൽ വേറെയും റിഹേഴ്സൽ വേറെയും ഈ തന്ത്രം ഉപയോഗിക്കുക. അത് ശരി, അങ്ങനെ അത് ഞാൻ കുറേ എണ്ണം ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നതുകൊണ്ട് എന്താ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അമ്പിളിച്ചേട്ടനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ അമ്പിളിച്ചേട്ടനോട് അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും അഭിനയ പാഠങ്ങൾ ചേച്ചിക്ക് പകർന്നു തന്നിട്ടുണ്ടോ? പിന്നെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ഒരു ധാരണ വേണം. അപ്പം നമ്മൾ ഹ്യൂമർ, മയിലാട്ടം, കൺമഷി, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, പിന്നെ ലാസ്റ്റ് അഭിനയിച്ച ഞാൻ ഡോക്ടർ ഇന്നസെൻ്റ് എന്നുള്ള പടമാണ്. അപ്പം അമ്പിളിച്ചേട്ടൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇരിക്കും പൊന്നമ്മ ഇങ്ങനെ ചെയ്യണം, ഞാൻ ആ ഡയലോഗ് പറയുമ്പോൾ പൊന്നമ്മ അങ്ങനെ ചെയ്യണം, ഞാൻ ഡയലോഗ് പറഞ്ഞു ചിലപ്പോൾ ഡയലോഗ് ഇല്ലെങ്കിൽ പോലും അവിടെ അമ്പിളിച്ചേട്ടൻ ആഡ് ചെയ്യും ഡയലോഗ്. കൈന്നിട്ട് അവിടെ ആഡ് ചെയ്ത് സ്ക്രിപ്റ്റിൽ എഴുതിപ്പിക്കും. നമ്മളൊരു റിഹേഴ്സൽ അങ്ങോട്ട് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സമയം അമ്പിളിച്ചേട്ടൻ പറയും ആ ഡയലോഗ് അങ്ങ് എഴുതി അതൊരു പൊന്നമ്മ അങ്ങ് പറയാൻ പറയും. അപ്പോൾ ആ അമ്പിളിച്ചേട്ടൻ നോക്കുന്നത് അമ്പിളിച്ചേട്ടൻ്റെ പോർഷൻ മാത്രം നന്നായിക്കൊണ്ട് പോകാനല്ല നോക്കുന്നത്. ഞാനും കൂടെ നന്നായാലേ അമ്പിളിച്ചേട്ടൻ്റെ പോർഷൻ നന്നാവുള്ളൂ. അമ്പിളിച്ചേട്ടൻ നന്നായി വന്നാലേ എൻ്റെ പോർഷനും എനിക്ക് നന്നാക്കിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. അത് അഭിനയത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, അത് എന്താ അതിന് പറയുക, പരസ്പരം ഒരു വെച്ചിട്ടാണ് നമ്മളത്. അത് രാജം പി ദേവും നമ്മൾ കൊച്ചിൻ കനീഫ് ഇന്നിപ്പോൾ അങ്ങനെ വന്ന് ഇൻ്റർവ്യൂ അത് പിന്നെ മാഗസിനകത്ത് അതിനകത്ത് വന്നിരിക്കുന്നത് കൊച്ചിൻ കനീഫിക്ക് എൻ്റെ ഏട്ടൻ്റെ കൂടെ മുരളി ചേട്ടന്, മറ്റേ തിലകൻ ചേട്ടന്, മറ്റേ നന്ദപ്രസാദ് സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാരില്ലാത്ത കലാപൊന്മണി, ഇവരുടെ എല്ലാം പടങ്ങളൊക്കെ അഭിനയിച്ച് അവർ കുറേ പടങ്ങളൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ആകാശം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ സങ്കടപ്പെട്ടു. എനിക്ക് സങ്കടം വന്ന് കണ്ടപ്പോൾ. അതേ ഇവരാരും ഇല്ലല്ലോ, എൻ്റെ എല്ലാം പോയല്ലോ എല്ലാവരും.